മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ മോഹൻലാലിനെ പോലെ ബോക്സ് ഓഫീസ് പവറുള്ള മറ്റൊരു നടനുണ്ടായിട്ടില്ല. താരത്തിന് ശേഷം ഇനി അങ്ങനെ ഒരാൾ പിറവിയെടുക്കുമോ എന്ന കാര്യത്തിൽ പലർക്കും സംശയമാണ്. മോളിവുഡിനെ പോലെ വളരെ ചെറിയ ഇൻഡസ്ട്രിയിൽ ശതകോടികളുടെ ബിസിനസ് എല്ലെന്ന ഒറ്റ ബ്രാൻഡ് തൻ്റെ സിനിമകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ശരാശരി അഭിപ്രായം മാത്രം ലഭിച്ചിട്ടും അടുത്തിടെ പുറത്തിറങ്ങിയ ദൃശ്യം 3 ആഗോളതലത്തിൽ 240 കോടിയിലധികം നേടിയാണ് തിയേറ്റർ വിട്ടത്. പുതുതലമുറയിലെ സംവിധായകൻ തരുൺ മൂർത്തിക്കൊപ്പം തുടരും എന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ എത്തിയപ്പോഴും റെക്കോർഡ് കളക്ഷനാണ് മലയാളം സാക്ഷ്യം വഹിച്ചത്. ഇതിന് പിന്നാലെ താരം പുതിയ ചിത്രത്തിന്റെ സംവിധായകനൊപ്പം കൂടുതൽ ചിത്രങ്ങൾ ചെയ്യുമെന്ന ആവശ്യം ആരാധകർ അന്ന് ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെ ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്യുന്ന നെടുങ്കണ്ടം മിറാക്കിൾസ് എന്ന ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് പുറത്തു വന്നു. വലിയ ആവേശത്തോടാണ് ആരാധകർ ആ പ്രോജക്റ്റിനെ വരവേറ്റതും. ഇത്തരത്തിൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന മറ്റൊരു പ്രോജക്റ്റാണ് മോഹൻലാലിനെ നായകനാക്കി കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന ചിത്രം. മണിയമ്പിള്ള രാജു നിർമ്മിക്കുന്ന ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി എത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ. മോഹൻലാലിനെ വെച്ചുള്ള ഒരു പടത്തിന്റെ പരിപാടിയിലാണ് ഇപ്പോൾ. അദ്ദേഹത്തെ വെച്ച് ചോട്ടാ മുംബൈ പോലെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടമാണ് എൻ്റെ മനസ്സിലുള്ളത്. മോഹൻലാൽ എന്ന ആക്ടറെ ഉളഞ്ഞെടുക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. അയാളുടെ കുട്ടിത്തം, അയാളുടെ ഹ്യൂമർ, ഡാൻസ്, പാട്ട് ഇതെല്ലാം ഉപയോഗിക്കണം. ടിക്കി ടാക്കിയുടെ എഴുത്തുകാരനായ നിയോഗാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത്. അത് കുറച്ച് വലിയ പടമാണ്. അതിന്റെ പണിയിലാണ് ഇപ്പോഴുമുള്ളത്. കൃഷാന്താണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. അതിന്റെ പരിപാടിയിലാണ്. ഒരു മാസ് പടമേ ഞാൻ എടുക്കാനുള്ളൂ എന്ന് മണിയമ്പിള്ള രാജു പറഞ്ഞു.